ഇപ്പോൾ ഞാനുള്ളത് ഗ്രാമത്തിലെ എൻ്റെ വീട്ടിലാണ്. ഗ്രാമത്തിലെ പ്രഭാതത്തിന് നല്ല ഭംഗിയാണ്. മഞ്ഞും മഴയും നല്ല മരങ്ങളും കിളികളുടെ കിലുകില ഉള്ള ശബ്ദവും അങ്ങനെ തുടങ്ങുന്നു ഗ്രാമം ഉണരുന്നത് തന്നെ. നമ്മുടെ ബാല്യകാലം എപ്പോഴും ഒരുപാട് ഓർമ്മകൾ നമുക്ക് തരുന്നതാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഗ്രാമത്തിലെ ഈ മുറ്റത്ത് നിൽക്കുന്നത്. ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ്. ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഞാൻ ഓടിക്കളിച്ച മണ്ണാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെച്ചൊരു ചെടിയാണിത്. മൾട്ടി കളറിലാണ് ഇതിൻ്റെ ഈ ഇലകൾ വരാറുള്ളത്. നല്ല ഭംഗിയാണ് ഈ ചെടിക്ക്. എനിക്ക് തോന്നുന്നു ഒരു 30 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഈ ചെടി ഇവിടെ. ഇത് കോതി കോതി വിടും. അപ്പോഴൊക്കെ ഇതിങ്ങനെ നല്ല ഭംഗിക്ക് വളർന്നു വരും. ഇത് തെറ്റിപ്പൂവ്, ചില സ്ഥലത്തൊക്കെ ചെത്തിപ്പൂവെന്ന് ഒക്കെ പറയും. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെടികളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ചെടിച്ചട്ടിയോടുകൂടി വാങ്ങിയതാണ്. അത് പിന്നെ ഇവിടെ ഈ മണ്ണിൽ വെച്ചു. ഇതിപ്പോൾ നന്നായിട്ട് വളർന്നു. ഇതിൽ നല്ല പൂക്കളൊക്കെ വന്നു തുടങ്ങി. നല്ല ഭംഗിയാണത് കാണാൻ. ഇതും അതേപോലെ വാങ്ങി വെച്ച ഒരു ചെടിയാണ്. ചൂടായാലും മഴയായാലും ഇതൊക്കെ ഇങ്ങനെയും അങ്ങ് വളർന്നുകൊണ്ടേയിരിക്കും. നല്ല ഭംഗിയാണ് ഈ ചെടികളും കാണാൻ. ചില ചെടികളൊക്കെ സൂര്യൻ ഉദിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പൂ ഇടാറുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമത്തിലുള്ള ചെടികൾ. ഇതൊക്കെ വാങ്ങി വെച്ചതാണ്. ഈ സ്നേക്ക് പ്ലാന്റ് എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ഇതിന് നല്ല വെയിലടിക്കുമ്പോഴാണ് ഈ കളറായി വരിക. ഇത് നമ്മൾ ബാൽക്കണിയിലൊക്കെ വെച്ചാലൊന്നും ഈ കളർ വരാറില്ല. അതിൽ തേൻ കുടിക്കാനായിട്ട് ഉറുമ്പുകളൊക്കെ വന്നിരിപ്പുണ്ട്. നല്ല ഭംഗി ഈ അമ്പൽച്ചെടി. കാക്കകളുടെ കരച്ചിലും കിളികളുടെ ശബ്ദവും എന്ത് ഭംഗിയാണല്ലേ. പക്ഷേ നമ്മൾ ഗ്രാമത്തിൽ കൂടുതൽ താമസിക്കാൻ ഇഷ്ടപ്പെടാറില്ല. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും സിറ്റി ലൈഫാണ് ഇഷ്ടപ്പെടുക. വല്ലപ്പോഴും ഒരിക്കൽ ഈ ഗ്രാമത്തിലൊക്കെ എത്തുമ്പോൾ ഈ പ്രകൃതി കണ്ടെന്ന് ആസ്വദിക്കുക, അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ട്രെൻഡ് അല്ലേ. നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെടാറില്ല ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയൊന്നും. നമ്മളതിനൊരു റീസണാണ്, നമ്മൾ അവരെ ഇവിടെ വളർത്തിയില്ല. നമ്മളും ഇവിടുന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു പ്രദേശവുമായിട്ട് നമ്മളങ്ങ് ഇഷ്ടപ്പെടും. ആ ഒരു ജീവിതവുമായിട്ട് നമ്മളങ്ങ് ഇഷ്ടപ്പെടും. പിന്നെ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യൽ.